ഇയാൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, ഒരു മനുഷ്യന്റെ പോസിറ്റിവിറ്റി കാണുകയാണ് എപ്പോഴും നമ്മൾ കാണാൻ ശ്രമിക്കുക. ലോകം ഏതൊക്കെ വഴിയിൽ സഞ്ചരിച്ചാലും ഒരു മുഅ്മിന് ദീനിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ കഴിയണം. ആളുകൾ എങ്ങനെയൊക്കെ ജീവിച്ചോട്ടെ, എന്തൊക്കെ പറഞ്ഞോട്ടെ, നമ്മുടെ നിലപാട് ഇങ്ങനെയായിരിക്കണം. മാമിൻ മുസ്ലിമിൻ മാമിൻ അഹദിൻ യൻസുറു മുസ്ലിമൻ ഫീ മൗതിനിൻ യുൻതഖസു ഫീഹി മിൻ ഇർലിഹി വയുൻതഹകു ഫീഹി മിൻ ഹുർമതി ഇല്ലാ നസറഹുല്ലാഹു ഫീ മൗതിനിൻ യുഹിബ്ബു ഫീഹി നസ്റതഹു. ഏതെങ്കിലും ഒരാൾ തൻ്റെ സഹോദരനായ മുസ്ലിമിനെ, തൻ്റെ സഹോദരനായ വിശ്വാസിയായ ഒരു കൂട്ടുകാരനെ യൻസുറു സഹായിച്ചു. എങ്ങനെ? ഫീ മൗതിനിൻ യുൻതഖസു ഫീഹി മിൻ ഇർലിഹി, ആ മനുഷ്യന്റെ അഭിമാനം പിച്ചു ചീന്തപ്പെടുന്നൊരു നേരത്ത് ആരൊക്കെയോ അയാളെക്കുറിച്ച് എന്തോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞ നേരത്ത് ഇല്ല, അത് പറയരുത്, അത് പറയാൻ മാത്രമല്ല, വിഷയമൊന്നും ഇല്ലല്ലോ, അത് ഇത്രയല്ലേ ഉള്ളൂ, അദ്ദേഹത്തെ കുറ്റം പറയരുത്, അയാൾ ഇന്ന നന്മകളൊക്കെ ഇസ്ലാമിക് സെന്ററിന് ചെയ്തു കൊടുത്തിട്ടില്ലേ, MCC ചെയ്തിട്ടില്ലേ, സുന്നി സെന്റർ ചെയ്തിട്ടില്ലേ, പൊതുരംഗങ്ങൾ ചെയ്തിട്ടില്ലേ എന്ന് എന്തെങ്കിലും ആ മനുഷ്യൻ ചെയ്ത ഒരു നന്മയെ ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഒരാളുടെ അഭിമാനം നിങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പവിത്രത പിച്ചു ചീന്തപ്പെടുന്ന ഒരു സ്ഥലത്ത്, അതൊരു പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കാം, ഓഫ്ലൈൻ ആയിരിക്കാം, അങ്ങനെയൊക്കെ വരാം. ആ മനുഷ്യൻ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഒന്നുണ്ടാവണേ എന്ന് കൊതിച്ചു പോകുന്ന ഒരു സ്ഥലത്ത് അള്ളാഹു ആ മനുഷ്യനെ സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ ഒരാൾക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്തത് അയാൾ അള്ളാഹു സഹായിക്കുമെന്നാണ്. പടച്ചവന്റെ സഹായമല്ലേ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ അള്ളാഹു തആല കെട്ടുറപ്പിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാമിൻ ഇംറിഇൻ മുസ്ലിമിൻ യഊദു മുസ്ലിമ, രോഗിയായി കിടക്കുന്ന രോഗിയായി കിടക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരാൾ യഊദു പോയി സന്ദർശിക്കുകയാണെങ്കിൽ 70,000 മലക്കുകൾ ആ രോഗിയെ സന്ദർശിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിൽക്കൽ ലൈല ഹത്താ യുസ്ബിഹ്, ആ രാത്രി കേട്ടോ, നേരം വെളുക്കുന്നവരെ അള്ളാഹുവിൻ്റെ 70,000 മലക്കുകൾ ഒരു രോഗിയെ സന്ദർശിച്ചതിൻ്റെ പേരിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ പ്രബലമായ ഹദീസുൻ സ്വഹീഹാൻ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വലിയൊരു നന്മയാണ്. ഒരു രോഗിയായ മനുഷ്യൻ നമ്മെ സന്ദർശിക്കുന്നു, 70,000 മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകട്ടെ, അള്ളാഹു അവർക്ക് ശിഫയും സലാമത്തും നൽകട്ടെ. ഞാൻ നമ്മുടെ പാകിസ്ഥാൻ അന്തുമാൻച എന്ന് പറഞ്ഞ നമ്മുടെ വളരെ പ്രിയപ്പെട്ട അന്തുമാൻചനെ ഓർക്കുകയാണ്. അള്ളാഹു അവർക്ക് ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. ചെന്ന് കാണണമെന്ന് മനസ്സിലിങ്ങനെ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. ഹദീസ് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരികയാണ്, രോഗിയായി കിടക്കുന്ന ആളുകളെ പോയി സന്ദർശിച്ചാൽ കിട്ടുന്ന കൂലി 70,000 മലക്കുകളുടെ പ്രാർത്ഥന ആ രാത്രിയിൽ കിട്ടുമത്രേ. അതുമാത്രമല്ല, സ്വർഗത്തിലെ പഴങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്ന പോലെയായിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു മനോഹരമായ ഒരു ഫ്രൂട്ട്സിൻ്റെ തോട്ടം. ആ ഫ്രൂട്ട്സിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പഴവർഗ്ഗങ്ങൾ വളരെ മനോഹരമായത്, നല്ല സ്മെല്ലുള്ളത്, രുചിയുള്ളത് നിങ്ങളുടെ ദേഹത്തേക്ക് ഇങ്ങനെ വീഴുന്ന പോലെ, അഴുക്കായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ അല്ല, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പൂക്കൾ വീഴുന്ന പോലെ നിങ്ങളുടെ ദേഹത്തേക്ക് പഴവർഗ്ഗങ്ങൾ തട്ടി നിൽക്കുന്നത് ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇത് ആദർ റജുലു അഖാഹുൽ മുസ്ലിം, മുസ്ലിമായ തൻ്റെ സഹോദരനെ രോഗിയായി കിടക്കുന്ന ഒരാളെ സന്ദർശിച്ചാൽ മശാഫി ഖിറാഫത്തിൽ ജന്ന, സ്വർഗത്തിൻ്റെ ഖിറാഫത്തിലാണ് അയാൾ സഞ്ചരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിറാഫത്ത് എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങൾ എന്നാണ്, പറിച്ചെടുക്കുന്ന പഴം. ആ പഴങ്ങൾക്കിടയിലൂടെ ഒരാൾ ആ തോട്ടത്തിലൂടെ നടക്കുന്ന പോലെയാണ്, പ്രതിഫലങ്ങളുടെ തോട്ടത്തിലൂടെ നടക്കുകയാണ്. ഫഇദാ ജലസ്, ഒരു രോഗിയുടെ അടുത്ത് വന്ന് ഇരുന്നു, പകർച്ചവ്യാധികളുടെ അടുത്ത് പോയിരിക്കണം എന്നല്ല ഈ പറയുന്നത്. സ്വാഭാവികമായി ഒരു മനുഷ്യന് അസുഖം വരും, സ്വാഭാവികമല്ലേ? ആ അസുഖത്തിന് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങൾ കൂടെയുണ്ടെങ്കിൽ വലിയ സഹായമായിരിക്കും, അത് വലിയ ആശ്വാസമായിരിക്കും. മുസ്ലിം ഒരു മുഅ്മിൻ ഒറ്റക്കാണെങ്കിൽ അവൻ ദുർബലനാണ്. പക്ഷെ നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടുകാരുണ്ടെന്ന് ആശ്വസിക്കുമ്പോൾ നമുക്ക് കരുത്തുണ്ട്, ശക്തിയുണ്ട്, ഇല്ലേ? അതാണ് നമ്മുടെ കരുത്ത്.
ഒറ്റക്കായി പോവില്ല, ഒരു വിഷമമുണ്ടെങ്കിൽ കൂടെ ആളുണ്ട് എന്ന് ചിന്തിക്കുന്നത് വലിയൊരു ആശ്വാസമാണ്. മനുഷ്യന് അതാണ്, എപ്പോഴും കൂടെ ആളുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ, നമ്മളൊന്ന് വിഷമിച്ചു കഴിഞ്ഞാൽ കൂടെ ആള് ഉണ്ടാവണം. കൂടെയുള്ള ആളുകൾ, അവരെ ഓർക്കണം, അവരെ സന്ദർശിക്കണം. നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ അത്തരം ആളുകൾ, ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ രോഗികളായി മാറിയവർ കാണും, പോയി സന്ദർശിക്കണം. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, വില്യാപ്പള്ളിയിലെ പീഡിക അഷ്റഫ് സാഹിബ്. പീഡിക അഷ്റഫ് എന്ന് പറയാം, നമ്മുടെ ദുബൈയിൽ നിന്ന് വരുമ്പോൾ ഒരു ഗന്തൂത്ത് റെസ്റ്റോറൻ്റ് ഇല്ലേ, അവിടെ ആയിരുന്നു മുമ്പ്, ഇപ്പോൾ അവിടെ അല്ല. അപ്പം എന്നോട് പറയും, ഉസ്താദേ ഉറങ്ങണം കേട്ടോ, ഉസ്താദേ നിങ്ങൾ തീരെ ഉറങ്ങുന്നില്ല, റെസ്റ്റ് എടുക്കുന്നില്ല, ഓട്ടാണ്. പിന്നെ നിങ്ങൾ കിടപ്പിലായിപ്പോയാൽ ഞാൻ ഉണ്ടാവും, പിന്നെ ആരും ഉണ്ടാവില്ല കേട്ടോ കൂടെ. അത് ഓർമ്മ വരണം, ഈ ആൾക്കാരൊന്നും കൂടെ ഉണ്ടാവില്ല, അതെപ്പോഴും ഓർക്കണം കേട്ടോ. എപ്പോഴും പറയും എന്നോട്. കഴിഞ്ഞ ആഴ്ച മുമ്പ് പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച ഇതേ വർത്താനം പറഞ്ഞു, ആരും ഉണ്ടാവില്ല കേട്ടോ, ഈ കൂടെയുള്ള ആൾക്കാരൊന്നും ആ നേരത്തെ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറയാം, അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് പറയാണ്. അപ്പോൾ പറയാ, ഉറക്കൊഴിഞ്ഞ് നടക്കുന്നത്, അപ്പോൾ ക്ഷീണം വരും, യാത്ര ചെയ്തിട്ട് വിശ്രമില്ലാതിരിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥാൻ്റെ കഥയും പറഞ്ഞു തന്നു. അവരങ്ങനെ ആയപ്പോൾ ആരെങ്കിലും ഉണ്ടായോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മുസ്ലിമിന് എപ്പോഴും ഒരു ആശ്വാസം, കൂടെ നമ്മുടെ കൂടെ ആളുകളുണ്ട് എന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഒന്ന് വീണ് കഴിഞ്ഞാൽ ഒന്ന് കൈപിടിക്കാൻ ആളുകൾ കൂടെയുണ്ടാവണം. അങ്ങനെയാണ് നമുക്കൊക്കെ ആ ഒരു ഫീല്. നമ്മുടെ കൂട്ടുകാരെ നമ്മളെ വന്ന് സന്ദർശിക്കും, അവർ കൈപിടിക്കും, അവർ വേണ്ട ഒത്താശകൾ ചെയ്തിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ വളരെ സ്നേഹമുള്ളവർ അങ്ങനെ പറയാം, ആരുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആരുണ്ടാവില്ല എന്നതിനർത്ഥമല്ല, അള്ളാഹ് കണക്കാക്കിയ ആൾക്കാരോട് ഉണ്ടാവും ചെയ്യും, അല്ലേ? ഇതാ സത്താർ ചെയ്ത ഇടക്കിടക്ക് എന്നോട് ഇങ്ങനെ അല്പം കനത്തിലൊക്കെ സംസാരിക്കാൻ ഒരു സ്വാതന്ത്ര്യമുള്ള ആളാണ്. അപ്പം പറയും, റെസ്റ്റ് എടുക്കണം, അങ്ങനെയൊക്കെ. നമ്മളെല്ലാവരും റെസ്റ്റ് എടുക്കണം, എല്ലാവരും. അമേരിക്ക അത് ഫുള്ള് ഓട്ടാണ്, ഫുള്ള് യാത്രയാണ്. അപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കണം, റെസ്റ്റ് വേണം. സുബ്ഹാനല്ലാഹ്. പക്ഷേ ചിലപ്പോൾ അത് സാധിക്കണമെന്നില്ല, ചിലപ്പോൾ നടക്കൂല. അൽഹംദുലില്ലാഹ്. എന്നിരുന്നാലും ഫഇദാ ജലസ ഗമറതുഹുർ റഹ്മ, തൻ്റെ കൂട്ടുകാർ വന്ന് കൂടെയിരിക്കുമ്പോൾ ഗമറതുഹുർ റഹ്മ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരെ പൊതിയും. ثم ابتعث الله له هؤلاء 70,000 من الملائكة يدعون له. എന്നിട്ട് 70,000 മലക്കുകളെ അവർക്ക് ദുആയിരക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഇവിടെ കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു ഇബാദത്താണ് ഇത്തിബാഉൽ ജനായിസ്, ജനാസയുടെ കൂടെ പോവുക എന്ന് പറയുന്നത്. അത് നമ്മളറിയുന്ന, നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ മരണപ്പെട്ടാൽ നമ്മളൊരു പക്ഷേ ബനിയാസിൽ മഖബറയിൽ കൂടെ പോയേക്കാം. അല്ലാതെ എത്രയോ മയ്യിത്തുകൾ, എത്രയോ മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജന്മം നടക്കുന്നു, ജനനം നടക്കുന്നു, അതേപോലെ ഇപ്പുറത്ത് മരണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. അള്ളാഹുവിൻ്റെ വലിയൊരു ഹിക്മത്താണ് മരണം അള്ളാഹു മറച്ചു വെച്ചത്. മരണം മറച്ചു വെച്ചത് വലിയ ഹിക്മത്താണ്. എത്ര ജന്തുക്കൾ മരിക്കുന്നുണ്ട്, എത്ര മൃഗങ്ങൾ മരിക്കുന്നുണ്ട്. നമ്മൾ വല്ല പൂച്ചയെ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ടേക്കാം, പക്ഷെ അതും കുറച്ച് കഴിഞ്ഞാൽ വലുതേക്കാരെ ക്ലീനേഴ്സ് എടുത്ത് കൊണ്ടുപോയി ഇത് കളയും. മരിച്ചു കിടക്കുന്നത് മനുഷ്യൻ കാണുന്നില്ല എന്നതാണ്. ചത്ത് കിടക്കുന്ന ജീവികളാണെങ്കിൽ അതിനൊക്കെ എടുത്ത് കൊണ്ടുപോയി കുഴിച്ചിടെ അതിനെ ഡിസ്പോസ് ചെയ്യുക, എന്തെങ്കിലും ചെയ്തിരിക്കും. മരണം നമ്മൾ കാണുന്നില്ലല്ലോ. മരിച്ചു കഴിഞ്ഞ അവസ്ഥകൾ വളരെ കുറവാണ്. അത് ഉടനെ അതിനെടുത്തിട്ട് എന്ത് ചെയ്യും? മറവ് ചെയ്യും, അല്ലെങ്കിൽ അതിന് ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് അതിനെ നീക്കം ചെയ്യും. ജീവികളും പക്ഷികളാണെങ്കിൽ പോലും അപൂർവമേ നമ്മൾ കാണുന്നുള്ളൂ, അല്ലേ? വളരെ അപൂർവമല്ലേ കാണുന്നുള്ളൂ മരണം. കോടിക്കണക്കിന് ജീവികൾ മരിക്കുന്നുണ്ട് ഒരു ദിവസം, കോടിക്കണക്കിന് ജീവികൾ. മനുഷ്യരല്ലാതെ എത്രയോ, മനുഷ്യരടക്കമുള്ള ജീവനുള്ളവർ എത്ര മരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അല്ലാഹു തആലയുടെ വലിയൊരു ഹിക്മത്താണ്. മരണം ഇങ്ങനെ കാണുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് പേടിയായി പോകും, നിരാശ വന്നു പോകും ജീവിതത്തിൽ. പടച്ചോനെ, എൻ്റെ ജീവനും പോകുമല്ലോ, ഞാനും മരിക്കുമല്ലോ എന്ന ചിന്ത ഇങ്ങനെ വന്നുകൊണ്ട്, അതുകൊണ്ട് അല്ലാഹു തആല ജീവിതത്തിൽ പ്രതീക്ഷ വരാൻ വേണ്ടി മരിച്ചു കിടക്കുന്ന ചത്തുപോയ സാധനങ്ങളെപ്പോലും കാണിച്ചു തരുന്നില്ല എന്നാണ്. മയ്യത്തിനെ കൊണ്ടേ മറവ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അള്ളാഹു തന്ന വലിയൊരു നിഅമത്താണ് ഇത്തിബാഉൽ ജനായിസ്. പക്ഷേ ഒരു ജനാസയെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജനാസയെ അനുഗമിക്കുന്നത് വലിയ കൂലിയാണ്. മൻ തബിഅ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹു പ്രതിഫലം നൽകണം, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു മയ്യത്തിന്റെ കൂടെ നിന്നു. വകാന മഅഹാ ഹത്താ യുസല്ലാ അലൈഹാ, ആ മയ്യത്ത് നിസ്കരിക്കുന്നവരെ കൂടെ നിന്നു. വയുഫറഗ മിൻ ദഫ്നിഹാ, മയ്യത്തിനെ മറവ് ചെയ്യുന്നവരെയും കാത്തിരുന്നു. ഫഇന്നഹു യർജിഉ മിനൽ അജ്രി ബിഖീറാതൈൻ കുല്ലു ഖീറാത്തിൻ മിഥല ഉഹുദിൻ
ഉഹദ് മലയോളം വരുന്ന 2 മലകളോളം പ്രതിഫലങ്ങളുമായിട്ടാണ് അയാൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ 2 മയ്യിത്താണെങ്കിലോ 4 മലയോളം, 3 മയ്യിത്താണെങ്കിലോ 6 മഹാമലകളോളം, ഓരോ 2 ഖീറാത്ത് പ്രതിഫലം അവർക്കുണ്ട്. ഒരു ഖീറാത്ത് എന്ന് പറയുന്നത് ഉഹദ് മലയോളം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യത്തിനെ സന്ദർശിക്കാൻ ചെല്ലുന്നത് നീയത്തിനെ പറ്റി പറഞ്ഞു, ഈമാനൻ വഹ്തിസാബൻ. അവിടെ പോകുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും ഒരു മയ്യത്തിനെ സന്ദർശിച്ചാൽ എനിക്ക് കൂലി കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുമാണ്. അങ്ങനെ പോയാൽ, ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്, മയ്യത്തിനടുത്ത് മയ്യത്തിന് എത്ര ആൾ വന്നു, ആ മരിച്ച വീട്ടിലെ ആള് പോലും മക്കൾ പോലും ചിലപ്പോൾ ചർച്ച ചെയ്യാതായിരിക്കും. മയ്യത്ത്, വാപ്പാൻ്റെ മയ്യത്ത് കാണാൻ ഇന്നാൾ വന്നു, ഇന്നാൾ വന്നു, ഇന്ന ആൾക്കാരൊക്കെ വന്നു, ആ പേരങ്ങനെ പറഞ്ഞിരിക്കുക. അവിടെ അല്ലെ ദിക്റും ചൊല്ലിയ പോലെ ആ വരുന്നവരോട് മുഴുവനും ഈ മേന്മയാണ് പറയാ, ഈ പൊലിമ പറയാ. ആരൊക്കെ വന്നു, എത്ര എണ്ണം ആളുകൾ, ഏതെല്ലാം രാഷ്ട്രീയ സാംസ്കാരിക ദീനീ രംഗങ്ങളിലെ ആളുകൾ വന്നു, അതൊരു പെരുമ പറയുന്നൊരവസ്ഥയായി മാറുകയാണ്. പിന്നെ ആളുകൾ തന്നെ ജനാസയുടെ അനുഗമിക്കുമ്പോഴത്തെ ആ ഫോട്ടോയിൽ വരണം, അല്ലെങ്കിൽ എൻ്റെ സന്ദർശനം രേഖപ്പെടുത്തപ്പെടണം, ആളുകൾ അറിയണം എന്ന ചിന്തയിൽ പോകുന്നത്, അതൊക്കെ ഇതിന് പോകും. അതാണ് ഈമാനൻ വഹ്തിസാബൻ. റമളാനെ സംബന്ധിച്ച് പറഞ്ഞെടുത്തും അങ്ങനെയാണ്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും പടച്ചവനെ വിശ്വസിച്ചുകൊണ്ടും നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. കഴിഞ്ഞ കാലത്തെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ആലോചിച്ച്, കഴിഞ്ഞ കാലത്തെ തെറ്റുകളൊക്കെ പുറത്ത്, നമ്മൾക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല ഏതൊക്കെ തെറ്റാ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ചെറുദോഷങ്ങൾ കേട്ടോ, വലിയ പാപങ്ങൾ എന്ന് പറയുന്ന വൻ പാപങ്ങൾക്ക് തൗബ വേണം, നിർബന്ധമാണ്. അശ്ശിർക്കു ബില്ലാഹ്, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത്, സിഹ്ർ ചെയ്യുന്നത്, കള്ളസാക്ഷിത്വം പറയുന്നത്, പലിശ ഇടപാടുകൾ, ഇത്തരം വിഷയങ്ങളൊക്കെ വൻപാപങ്ങളിൽ എണ്ണിയതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലാത്തതെല്ലാം അല്ലാഹു തആല ഓരോരോ മൗസുമിൽ ഖൈറാത്ത്, നന്മയുടെ ഓരോരോ സീസൺ കൊണ്ട് അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. നോമ്പെടുക്കുമ്പോൾ പറഞ്ഞു ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേക ആ രാവിലെ പ്രാർത്ഥന, അത് ഇൻഷാ അല്ലാഹ് തസ്ബീഹ് നിസ്കാരങ്ങൾ ഉണ്ടാവും, ഖുർആൻ പാരായണങ്ങൾ ഉണ്ടാവും, ദുആ ഉണ്ടാകും. പിന്നെ പറഞ്ഞു മൻ ഖാമ റമളാൻ, റമളാനിലെ തറാവീഹ്, റമളാനിലെ നിസ്കാരങ്ങൾ, റമളാനിലെ സുന്നത്ത്, റമളാനിലെ തഹജ്ജുദ്, ഖിയാമുൽ ലൈലുകൾ, ഇതൊക്കെ പറഞ്ഞെടുത്ത് ഈമാനൻ വഹ്തിസാബ, അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അല്ലാഹുവിനിക്ക് പ്രതിഫലം തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ചെയ്തതാണെങ്കിൽ തെറ്റുകൾ പുറത്ത് ഇല്ലേ, പട്ടിണി നടന്നു, ഉറക്കുപോയി, അത്രേ ഉണ്ടാവുള്ളൂ. ഈമാനൻ വഹ്തിസാബൻ. ومن صلى عليها ثم رجع إلى بيته فإنه يرجع بقيرات من الأجر مثل جبل أحد نجراه. ഒരു മയ്യത്തിന്റെ കൂടെ പോകുന്ന ആളിനെ അല്ലാഹു തആല പ്രതിഫലം നൽകും. ഈമാനൻ വഹ്തിസാബൻ കൂടെ പോയാൽ, മറവ് ചെയ്യുന്നവരെ കൂടെ നിന്നാൽ 2 മലയോളം, ഉഹദ് മലയോളം പ്രതിഫലം. നിസ്കാരം കഴിഞ്ഞു പോകുന്നു, മറവ് ചെയ്യാൻ അതുവരെ കാത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ 1 ഖീറാത്ത് അവർക്ക് ലഭിക്കും. ഓരോ ഖീറാത്തും മിസ്ലു ജബലി ഉഹദിൻ, ഉഹദ് മലയോളം ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധിക്കുമെങ്കിൽ. പിന്നെ നമ്മുടെ വാപ്പ മരിച്ചുപോയി, ഉദാഹരണം പറയാം, അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഉമ്മ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം. അവർക്കിനി എന്ത് ഉപകാരം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും? വാപ്പയോട് കുടുംബബന്ധം ചേർത്തണം എന്നൊരു മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ, മൻ അഹബ്ബ അൻ യസുല അബാഹു ഫീ ഖബ്രിഹി, വാപ്പ ഖബറിലാണ്, ഖബറിൽ കിടക്കുന്ന വാപ്പയെ നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റൂലല്ലോ. ആ വാപ്പയോട് സിലത്തുർ റഹീം, കുടുംബബന്ധം ചേർത്തണമെന്ന് ഒരു മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. വാപ്പ മരിച്ചുപോയിട്ടുണ്ട്, വാപ്പയെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മളൊക്കെ ചെറുപ്രായത്തിലായിരിക്കെ വാപ്പ മരിച്ചുപോയി, അല്ലെ ഉമ്മ മരിച്ചുപോയി. ആ വാപ്പക്കിനി എങ്ങനെ പടച്ചോനിക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക? പലപ്പോഴും നമ്മൾ ഗൾഫിലുള്ള ആളുകളൊക്കെ സങ്കടപ്പെടുന്നൊരു വിഷയം അങ്ങനെയാണ്. പടച്ചോനെ, കഷ്ടപ്പാടിൻ്റെ കാലത്താണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിപ്പോകുന്നത്, എൻ്റെ ഉമ്മയും ഉപ്പയെയും ഒരു നല്ല വീട്ടിൽ നിന്ന് കിടത്തി ഉറക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ.
അവരൊക്കെ ഒരു AC ഇട്ട് കൊടുത്തിട്ട് തണുപ്പിച്ചിട്ട് ഉറക്കാൻ. ഉമ്മ വലിയ ചൂടെടുക്കുന്ന ആളായിരുന്നു. വാപ്പക്ക് എപ്പോഴും വിശറി വേണമായിരുന്നു. ഒരു AC വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വണ്ടിയിൽ എൻ്റെ ഉപ്പാനെ കൊണ്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഉപ്പാക്കും ഉമ്മാക്കും രണ്ടുപേർക്കൊന്ന് ഉംറ ചെയ്യാനോ ഹജ്ജ് ചെയ്യാനോ എന്നെ കൊണ്ട് അന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പം എല്ലാ സൗകര്യങ്ങളൊക്കെ ആയി, പക്ഷെ അവർ വിട പറഞ്ഞു പോയല്ലോ പടച്ചോനെ, ഇനി എന്ത് ചെയ്തു കൊടുക്കും? അങ്ങനെയൊക്കെ ആളുകൾക്ക് സങ്കടം വരാം. അതിനൊരു പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹബ്ബ അൻ യസ്ല അബാഹു ഫീ ഖബ്രിഹി, ഖബറിൽ കിടക്കുന്ന വാപ്പയോട് കുടുംബബന്ധം ചേർത്തണം, വാപ്പയ്ക്ക് ഉപകാരം ചെയ്യണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽ യസ്ൽ ഇഖ്വാന അബീഹി മിൻ ബഅദിഹി, വാപ്പയുടെ മരണശേഷം വാപ്പയുടെ സഹോദരങ്ങളോട് കുടുംബബന്ധം ചേർത്തിയാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയ്ക്ക് ജ്യേഷ്ഠനുണ്ടോ അനുജനുണ്ടോ അവർക്ക് ഉപകാരം ചെയ്യും. അവരില്ലേ വാപ്പയ്ക്ക് പെങ്ങളുണ്ടോ ജ്യേഷ്ഠത്തിയുണ്ടോ അനിയത്തിയുണ്ടോ അമ്മായിയുണ്ടോ അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക. വാപ്പയെ നമ്മൾ കണ്ടാൽ വാപ്പയ്ക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വാപ്പയുടെ ജ്യേഷ്ഠനോ അനുജനോ ചെയ്തു കൊടുത്താൽ, വാപ്പയുടെ പെങ്ങൾക്കോ സഹോദരിക്കോ ജ്യേഷ്ഠത്തിക്കോ അനിയത്തിക്കോ ചെയ്തു കൊടുത്താൽ സ്വന്തം വാപ്പയ്ക്ക് ചെയ്ത പ്രതിഫലം അതുകൊണ്ട് അള്ളാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ മരിച്ചുപോയി, ആ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ട ഉപകാരം ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോ അനിയത്തിയോ മൂത്തമ്മയോ ഇളയമ്മയോ അവർക്ക് ചെയ്തു കൊടുത്താൽ അതിന് കൂലി കിട്ടും. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു കേസ് വന്നു. ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി ഇബ്നു ഉമർ തങ്ങളെ, വലിയ തെറ്റ് ചെയ്തു പോയി, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നവർ വലിയ ആലിമാണ്. സ്വഹാബികളിൽ ആലിമീങ്ങളായ സ്വഹാബികളുണ്ട്.